തലനയുടെ ഇടയിൽ പാമ്പ് കിടന്നു, അങ്ങനെ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവങ്ങൾ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. ഒരു സർപ്പ എന്ന് വിളിക്കുന്ന ഒരു പ്രോഗ്രാം 3600-ലധികം സന്നദ്ധ പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വളരെ പതുക്കെ, വളരെ ക്രമാനുഗതമായിട്ട് ഈ പറയുന്ന മരണസംഖ്യ കുറഞ്ഞു കഴിഞ്ഞ വർഷം 18 പേരാണ് മരിച്ചത്. ഔദ്യോഗികമായ കണക്കാണ്. അധികം ഒരു ശ്രദ്ധയിൽ ആളുകളുടെ പൊതു ശ്രദ്ധയിലേക്ക് പോകാത്തതാണ്. പക്ഷെ അത് ജനങ്ങൾ അത്രത്തോളം ബോധവാന്മാരാണ്. ഇങ്ങനെ ഒരു ആപ്പിനെ കുറിച്ച് പരിധി വരെ ഉണ്ട്. പക്ഷെ പാമ്പ് കടിച്ച് മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് കൊടുക്കുന്ന സമാശ്വാസം അത് 2 ലക്ഷത്തിൽ നിന്നിപ്പോൾ 4 ലക്ഷമാക്കി അടുത്ത കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉയർത്തുകയുണ്ടായി. ഈ സർപ്പ ആപ്പിൽ അങ്ങനെ ഒരു കോൾ അല്ലെങ്കിൽ അവിടെ ഒരു അറ്റൻഷൻ വന്നു കഴിഞ്ഞാൽ എത്ര സമയത്തുണ്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ? സാധാരണ ഇതിൽ വളരെ ദ്രുതഗതിയിൽ എത്താറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ വെച്ച് 10 മിനിറ്റിൽ എത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ എങ്ങനെയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വോളണ്ടറിഷിപ്പാണ്. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കഠിനമായ ചൂടും അത്യുഷ്ണ തരംഗവുമൊക്കെ വന്നതോടുകൂടി വലിയ രീതിയിലുള്ള ജാഗ്രതയിൽ തന്നെയാണ്. അത് വലിയ രീതിയിൽ അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ പല രീതിയിലും നമ്മെ ആകുലപ്പെടുത്തുന്നു. അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടുകളെന്ന് പറയുന്നത് ഈ പാമ്പ് കടി ഏൽക്കുന്നതും അതിൻ്റെ മരണസംഖ്യയുമൊക്കെ ഉയരുന്നൊരു സാമൂഹ്യ പശ്ചാത്തലമാണിപ്പോൾ നമുക്കുള്ളത്. വനം വകുപ്പും വലിയ രീതിയിൽ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഗൈഡ് ലൈനുകളും ഒക്കെ തന്നെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ ഡോക്ടർ പ്രമോദ് കൃഷ്ണൻ. സ്വാഗതം. നമസ്കാരം. മുൻകാലങ്ങളിനെ അപേക്ഷിച്ച് ശരിക്കും ഈ പാമ്പുകടി ഏൽക്കുന്നതിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ, അതോ അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എണ്ണമാണോ കൂടുന്നത്? നമ്മുടെ സംസ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നത് 2030 ആവുമ്പോഴേക്കും പാമ്പുകടി കൊണ്ട് ആരും മരിക്കാത്ത ഒരു സംസ്ഥാനമാവണമെന്നാണ്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ പാമ്പ് കടിച്ച് മരിക്കുന്നത് ഇന്ത്യയിലാണ്. ഏതാണ്ട് 60,000-ൽ മേലെ ആളുകൾ ഒരു വർഷം മരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലും ഒരു കാലത്ത് വളരെയധികം ആളുകൾ പാമ്പ് കടിച്ച് മരിച്ചിരുന്നു. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു 100, 120, 130, 140, 150 വരെ ആളുകൾ പാമ്പ് കടിച്ച് നമ്മുടെ നാട്ടിൽ പ്രതിവർഷം മരിച്ചിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ സംസ്ഥാനം നടത്തിയിട്ടുള്ള, വനം വകുപ്പ് നടത്തിയിട്ടുള്ള, നമ്മുടെ ആരോഗ്യ വകുപ്പ് നടത്തിയിട്ടുള്ള വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഒരു സർപ്പ എന്ന് വിളിക്കുന്നൊരു പ്രോഗ്രാമുണ്ട്. 2019-20 ആരംഭിച്ചതാണ്. ഒരു വോളണ്ടിയർഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. 3600-ലധികം സന്നദ്ധ പ്രവർത്തകർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പാമ്പിനെ അപകടകരമായ രീതിയിൽ ജനവാസ മേഖലയിൽ കണ്ടു കഴിഞ്ഞാൽ അതിനവിടെ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു 75,000-ഓളം പാമ്പുകൾ ഇതിനകം പിടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകേണ്ട പാമ്പുകളായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് വളരെ പതുക്കെ, വളരെ ക്രമാനുഗതമായിട്ട് ഈ പറയുന്ന മരണസംഖ്യ കുറഞ്ഞു കഴിഞ്ഞ വർഷം 18 പേരാണ് മരിച്ചത്. ഔദ്യോഗികമായ കണക്കാണ്. അധികം ഒരു ശ്രദ്ധയിൽ ആളുകളുടെ പൊതു ശ്രദ്ധയിലേക്ക് പോകാത്തതാണ്. അപ്പോൾ അത് നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് 150-ൽ നിന്നാണ് നമുക്ക് 18 കുറയ്ക്കാൻ കഴിഞ്ഞത്. 18 കുറയ്ക്കാൻ കഴിഞ്ഞത്. അതൊരു എത്ര വർഷത്തിനിടയിലാണ് അങ്ങനെ കുറയ്ക്കാൻ കഴിഞ്ഞത്? കൊണ്ടാണ് നമ്മൾ ഏതാണ്ട് ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നത്. അതായത് ഈ സർപ്പ ആപ്പൊക്കെ ആക്റ്റീവായി വന്ന് ഒരു 6 വർഷമായി. അതൊരു മൊബൈൽ ഫോണിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷെ അത് ജനങ്ങൾ അത്രത്തോളം ബോധവാന്മാരാണ്. ഇങ്ങനെ ഒരു ആപ്പിനെ കുറിച്ച് പരിധി വരെ ഉണ്ട്. പക്ഷെ കൂടുതൽ അറിയേണ്ട ആവശ്യമുണ്ട്. അവബോധം നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളോടെല്ലാം നമ്മൾ അഭ്യർത്ഥിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഈ ആപ്ലിക്കേഷൻ നമുക്ക് പരിചിതമാവണം, അതിനുള്ള അവബോധം സൃഷ്ടിക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ 18-ൽ എത്തിയിട്ട് നമ്മൾ നിർത്തുന്നില്ല. നമ്മുടെ ലക്ഷ്യം ഒരാൾ പോലും മരിക്കാൻ പാടില്ലെന്നുള്ളതാണ്. മനുഷ്യജീവന് അത്രയധികം വില കൊടുക്കുന്ന ഒരു പരിഷ്കൃത സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ഈ സർപ്പാപ്പ് മാത്രം മതിയാവില്ല. എന്തുകൊണ്ട് പാമ്പ് കടി ഏൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി വെക്കേണ്ടി വരും.
പാമ്പുകൾ ഇപ്പോൾ പറഞ്ഞ പോലെ കാലാവസ്ഥാ വ്യതിയാനം എന്തെന്ന് നമ്മൾ വളരെ തീവ്രമായ രീതിയിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. പണ്ടൊക്കെ ഈ ഉഷ്ണ തരംഗം എന്നൊക്കെ വിളിക്കുന്ന ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ മാത്രമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പടിവാതിലിൽ നമ്മളെ വലയം ചെയ്ത് നിൽക്കുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാവസ്ഥയിൽ വരുന്ന വലിയ മാറ്റങ്ങളുണ്ട്, ചൂട് കൂടുന്നുണ്ട്. ഈ പാമ്പുകളുടെ ഒരു പ്രജനന കാലം കൂടിയാണിത്. പക്ഷേ അതിൻ്റെ കൂടെ ചൂടും കൂടെ കൂടുമ്പോൾ അതിൻ്റെ ആഘാതം വളരെ വലുതായിട്ട് ആവുന്നു. ഇപ്പം നമ്മളൊക്കെ തന്നെ പുഴുങ്ങുന്ന പോലെ, ഇപ്പോൾ പാമ്പുകൾക്ക് മാളമുണ്ടോ എന്നൊക്കെ ചോദിച്ച പോലെ മാളങ്ങളിൽ നിന്നൊക്കെ തന്നെ ചില പാമ്പുകൾ ഈ പ്രജനന കാലത്ത് വെളിയിലേക്ക് വരികയാണ്. അപ്പോൾ അത് ഇത്തരം ചെറിയ തണുപ്പൊക്കെ ഉള്ള പ്രദേശങ്ങൾ തേടി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇരുട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വീടും നമ്മുടെ പരിസരങ്ങളൊക്കെ തുറന്നു കിടക്കുന്നു, മാലിന്യ കൂമ്പാരങ്ങളുണ്ടെങ്കിൽ, പിന്നെ ചിലപ്പോൾ പാതയോരങ്ങളിലൊക്കെ പൊന്ത കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടങ്ങളൊക്കെ തന്നെ ഇത്തരം ജീവികൾക്ക് ആവാസ വ്യവസ്ഥകളാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണം കൊണ്ടും കൂടിയാണ് ഈ അടുത്ത കാലത്തായിട്ട് നമുക്ക് ഈ എന്താ പറയുക, നമുക്ക് മരണസംഖ്യ പ്രതിവർഷം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ആകുലപ്പെടുത്തിയത് ഈ അടുത്ത ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 3 ആഴ്ചയ്ക്കുള്ളിൽ നടന്ന 4 മരണങ്ങളാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അർജൻസി. നമ്മുടെ സ്റ്റേറ്റ് അത്രയധികം പ്രിപ്പയർഡാണ്. അപ്പോൾ അതിന് ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും അതിൽ വരുന്നു. ഒട്ടനവധി തീരുമാനങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഇനി അതങ്ങനെ മുന്നോട്ട് പോകാതെ, ഒരു മരണം പോലും ഇനി ഉണ്ടാവാതെ നമുക്ക് മുന്നോട്ട് പോകണം. ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മളെല്ലാവരും. ശരിക്കും ഈ ചൂടിൻ്റെ ഒരു കാഠിന്യം കൂടുന്നതിനനുസരിച്ച് ഇത് പുറത്തേക്ക് ഇറങ്ങി വരുന്നു, ഉള്ള പ്രദേശങ്ങൾ തേടി അലയുന്നു. അങ്ങനെ ഒരു സുരക്ഷിത താവളം നോക്കി പോകുന്ന പാമ്പുകളുടെ എണ്ണമാണ് ഈ കൂടുന്നത്. അത് കൃത്യമായത് അങ്ങനെ തന്നെയാണ്. ഒരു ശാസ്ത്രജ്ഞന്മാരുടെ ഒരു അഭിപ്രായം, ഇതിന് പല കാരണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത്. ഒന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രജനനകാലമാണ്. ഈ വസ്തുതയാണ് ചേർന്ന് കുട്ടികളുണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾ പല സ്ഥലങ്ങളിലേക്ക് വിന്യസിക്കാനുള്ളൊരു സാധ്യത സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ ഉഷ്ണം. ഈ അത്യുഷ്ണത്തിൽ ഈ പറയുന്ന പോലെ ശീതരക്തമുള്ള ജീവികളാണ് പാമ്പുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ താപനില ക്രമീകരിക്കുന്ന ഒരു വഴി എന്ന് വിളിക്കുന്നത് എന്താണ്, അവർക്ക് ഈ തണുപ്പുള്ള പ്രദേശങ്ങൾ തേടിപ്പോകുക എന്നുള്ള ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ എത്തിപ്പോകുന്നതാണ് കാരണം. പിന്നെ ചിലപ്പോഴൊക്കെ ഇര തേടി വരാറുണ്ട്. ഇപ്പോൾ എലി പോലുള്ള ജീവികളെ പിന്തുടർന്ന് വരുന്ന പാമ്പുകളും ധാരാളമുണ്ട്. ഒളിയിടങ്ങൾ തേടി സ്വാഭാവികമായിട്ട് വരുന്ന പാമ്പുകളും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതെല്ലാം കൂടെ ഒരു ഫാക്ടറിനേക്കാൾ, ഒരു ഘടകം എന്നതിനേക്കാൾ ഉപരിയായിട്ട് പല കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഉഷ്ണം ഇതിനെ ഒന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉഷ്ണം മാറുന്നതോടുകൂടി, മഴ പെയ്യുന്നതോടുകൂടി നമുക്ക് ഇത് കുറഞ്ഞു വരുന്നത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിനു മുമ്പ് വളരെയധികം കരുതൽ നമ്മളെടുത്ത് ഇനിയൊരു ആപത്തുണ്ടാവാതെ നമ്മുടെ കേരളത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കണം. ഈ മുൻ വർഷങ്ങളിൽ ഇതേ കാലയളവ് ഈ ഒരു സമയത്ത് ഈ രീതിയിൽ പാമ്പുകടി ഏൽക്കുകയും മരണസംഖ്യയും അങ്ങനെ തന്നെയാണോ, ഉയർന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പാമ്പുകടിക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ചില വിഭാഗങ്ങൾ ചില പ്രത്യേക ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾ. ഉദാഹരണത്തിന് കർഷക തൊഴിലാളികൾ, അവർ പറമ്പിലാണ്, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെടുന്ന നമ്മുടെ ആളുകളുണ്ട്. അതുപോലെ രാത്രി കാലങ്ങളിലൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ ഏറ്റവും അധികം ഈ പാമ്പുകടിയുടെ ഒരു വൾണറബിൾ ഗ്രൂപ്പ്സായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത്. മിക്കവാറും പാമ്പ് കടിക്കുന്നവരിൽ അധികമായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ ഈ കണ്ട സംഭവങ്ങൾ, അതായത് വീടുമായി ചുറ്റിപ്പെട്ട പ്രദേശങ്ങളിൽ പാമ്പ് കടിക്കുന്ന സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രാത്രി ശുചിമുറിയിലേക്ക് പോകേണ്ടി വരുമ്പോൾ, ഇരുട്ടത്ത് പോകേണ്ടി വരുമ്പോൾ അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലാതെ തുടരെ ഒരു വീടുമായിട്ട് നമ്മുടെ ഒരു വീട്ടിനുള്ളിൽ തലയുടെ ഇടയിൽ പാമ്പ് കിടന്നു, അങ്ങനെ കുഞ്ഞുങ്ങൾ മരിച്ച സംഭവങ്ങൾ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. കാരണം നമ്മളൊക്കെ തന്നെ ഏറ്റവും അധികം സുരക്ഷ പ്രതീക്ഷിക്കുന്ന സ്ഥലം നമ്മുടെ വീടാണ്. അപ്പോൾ ഇതിൽ ഞാനിതിനെ ഒന്നുകൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഈ വിഷയത്തെ നോക്കൂ, നമ്മുടെ ലക്ഷ്യം പാമ്പുകടി മരണരഹിത സംസ്ഥാനം എന്നുള്ളതാണ്. അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതിനെ ഒരു ഗവേണൻസിൻ്റെ ഇഷ്യൂ ആയിട്ട് കൂടെ കാണണം. അതായത് ഒറ്റപ്പെട്ടൊരു പാമ്പ് കടിക്കുന്നത് മാത്രമല്ല, മറിച്ച് പാമ്പ് കടിക്കാനുണ്ടാവുന്ന സാഹചര്യങ്ങളെയാണ് നമ്മൾ ആദ്യം ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത്. നമ്മൾ ഈ പാമ്പ് കടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്. ഒന്നാമത് പാമ്പ് കടിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ അതൊരു നമ്മൾ അതിദാരിദ്ര്യം നമ്മൾ ഒഴിവാക്കിയൊരു സംസ്ഥാനമാണ്. അപ്പോൾ അടുത്ത ഘട്ടം ദാരിദ്ര്യം, അല്ലെങ്കിൽ ആ ഒരു ചില പിന്നോക്ക സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീട് അടച്ചുറപ്പുള്ള വീടുകളാക്കുക എന്ന് വിളിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. വെളിച്ചം നമ്മുടെ വീടിനും ചുറ്റും വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വേനൽക്കാലത്ത് ഒരുപക്ഷെ നമ്മൾ വീടൊക്കെ തുറന്നു വയ്ക്കും,
ജനലൊക്കെ തുറന്നു വയ്ക്കുമ്പോഴും ചിലപ്പോൾ വീട്ടിലേക്ക് കയറി വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും കമ്പോ അല്ലെങ്കിൽ ഒരു ഏണിയോ ഒക്കെ നമ്മൾ ജനലിൻ്റെ അടുത്ത് വെച്ച് അതിലൂടെ ചിലപ്പോൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ടെറസിൽ ഇപ്പോൾ നമ്മൾ തുണി വിരിക്കാൻ പോകുമ്പോൾ ഒരു പക്ഷേ ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളതൊന്ന് കോതി ഒതുക്കേണ്ടി വരും. മാലിന്യ നിർമ്മാർജ്ജനം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട ഒരു ഇഷ്യൂ ആണ് എന്ത്? മാലിന്യ നിർമ്മാർജ്ജനം. കാരണം മാലിന്യം ഉള്ള ഇടങ്ങളിൽ എലി പോലുള്ളവ പെരുകാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മറ്റു പല വിഷയങ്ങളും മനുഷ്യ വന്യജീവി സംഘർഷവുമായ മറ്റു പല വിഷയങ്ങളും ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ മാലിന്യവുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പറയാവുന്ന രീതിയിൽ ആൻറ്റി വെനം നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമാണ്. നമ്മുടെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും പിന്നെ ഒട്ടനവധി സ്വകാര്യ ആശുപത്രികളിലും ഇന്ന് ആൻറ്റിവെനം അവൈലബിൾ ആണ്. അതിനും പുറമെ വളരെ വിദൂരങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ താലൂക്ക് ആശുപത്രി അകലെയാണെങ്കിൽ ചില പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അട്ടപ്പാടിയിലെ കോട്ടത്തറ എന്ന് വിളിക്കുന്ന പ്രദേശത്ത് ഈ ആൻറ്റിവെനം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത്രയധികം നമ്മളിതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ ഈ 18 എന്നുള്ളത് 0 നമുക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മുൻകരുതലുകൾ നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട മുൻകരുതലുകൾ ഇതിനകത്ത് വളരെയധികം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്. രണ്ടാമത് ഇതിൻ്റെ അവയർനെസ്സാണ്. പലപ്പോഴും പാമ്പ് കടിക്കുന്ന നമ്മുടെ ഒരു അസസ്മെൻറ്റിൽ വനംവകുപ്പിൻ്റെ ഒരു അസസ്മെൻറ്റിൽ കേരളത്തിൽ ഒരു 3500 മുതൽ 4000-5000 പേരോളം ഒരു പക്ഷേ വർഷത്തിൽ പാമ്പ് കടിക്ക് പല രീതിയിലുള്ള പാമ്പ് കടിക്ക് വിധേയമാവുന്നുണ്ട്. അതിൽ തന്നെ പക്ഷേ ബഹുഭൂരിപക്ഷം ഒരു 75-80%, 90% വരെ അത് വലിയ വിഷമൊന്നുമില്ലാത്ത പാമ്പുകളോ ഡ്രൈ ബൈറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അത്ര അപകടകരമല്ലാത്ത രീതിയിലുള്ള പാമ്പ് കടിയാണ് നമുക്ക് പലപ്പോഴും. അപ്പോൾ അവബോധം, ഒരു പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു രീതി, എത്രയും പെട്ടെന്ന് ആൻറ്റിവെനം ലഭ്യമായ ഒരു ആശുപത്രികളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. രോഗിക്ക് ആയാസം കൊടുക്കാതെ, രക്തോട്ടം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാതെ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ആൻറ്റിവെനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വളരെയധികം ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യം. അതൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടർമാരുടെ ഒരു സംഘത്തിന് അവർ ചെയ്യേണ്ടതാണ്. അത് ഒത്തിരി കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നതാണ്. അപ്പോൾ അത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മളൊരു സർക്കാർ പലപ്പോഴും നിർഭാഗ്യകരമായ ചില സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ആ പാമ്പ് കടി ആശുപത്രിയിൽ എത്താനുള്ള സമയം വൈകുന്നു. പലപ്പോഴും ആ പാമ്പിനെ തെരഞ്ഞ് പാമ്പ് കടിയേറ്റ ആൾ തന്നെ നിന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഗോൾഡൻ അവർ എന്നൊക്കെ വിളിക്കുന്ന സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. രണ്ടാമത് ശാസ്ത്രീയ ചികിത്സ എന്ന് വിളിക്കുന്നത് ആൻറ്റിവെനം അവൈലബിളായ ആശുപത്രിയിൽ തന്നെയാണ്. നമ്മൾ അശാസ്ത്രീയമായ മറ്റ് ചികിത്സാ രീതികൾ നമ്മൾ തേടാതിരിക്കുന്നതാണ് ഇന്ന് ആധുനിക കാലത്ത്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷെ അത്തരത്തിലുള്ള നിർഭാഗ്യകരമായ സംഭവങ്ങളും ഈ മരണസംഖ്യ ഉയരുന്നതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയ ചില അനാലിസിസിൽ ഈ ഡിലേ നമ്മൾ വന്നത് ഇതിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് തന്നെ തീരുമാനിച്ചത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലെ ഒരു തീരുമാനം, നമ്മുടെ ജില്ലാ ഭരണകൂടം അത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കാട് പിടിച്ച് കിടക്കുന്ന കൃഷിയിടങ്ങളും പാതയോരങ്ങളും ഒക്കെ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കുക. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വനംവകുപ്പിൻ്റെ തന്നെ 3600ഓളം വരുന്ന ഈ സർപ്പ എന്ന് വിളിക്കുന്ന ഈ വോളണ്ടിയേഴ്സിനെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും വിന്യസിപ്പിക്കുക. ഈവൻ നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കുന്ന സമയമാണ്. നമ്മൾ 2 പദ്ധതികൾ വനംവകുപ്പ് നടപ്പിലാക്കുന്നുണ്ട്. ഒന്ന് സർപ്പ പാഠം എന്ന് വിളിക്കുന്ന, 2 സർപ്പ സുരക്ഷ എന്ന് വിളിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കലാലയങ്ങളും വിദ്യാലയങ്ങളും നമ്മൾ തുറക്കുന്നതിന് മുമ്പ് ഒരു സർപ്പരഹിതമാണെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ഈ സർപ്പ സുരക്ഷ. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക്, റെസിഡൻഷ്യൽ അസോസിയേഷൻസിന്, കുടുംബശ്രീ പ്രവർത്തകർക്ക്, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള കൂട്ടായ്മകൾക്ക് ഈ പാമ്പുകളെക്കുറിച്ചുള്ള അവബോധം പകരുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സർപ്പ പാഠം എന്ന് വിളിക്കുന്ന പ്രോഗ്രാം. അത് ദ്രുതഗതിയിൽ നടത്താനായിട്ടുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ സംസ്ഥാനത്ത് 3500ഓളം വോളണ്ടിയർമാർ, സർപ്പ വോളണ്ടിയർമാർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണോ അത് പുറത്തുനിന്ന് സന്നദ്ധ പ്രവർത്തകരെ എടുത്ത് നിങ്ങൾ പരിശീലിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഈ 3600-ൽ ഏതാണ്ട് 1500ഓളം ആളുകൾ വനം വകുപ്പിലെ തന്നെ ജീവനക്കാരാണ്. അതിൽ പ്രത്യേകിച്ച് ഒരു ആപ്റ്റിറ്റ്യൂഡും താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് കൊടുത്തിട്ടുള്ള ട്രെയിനിങ്ങാണ്. പക്ഷേ ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ പബ്ലിക്കാണ്, പൊതുജനങ്ങളാണ്. അത് പൂർണ്ണമായും സന്നദ്ധ പ്രവർത്തകരാണ്. അവരുടെ നിത്യ ജീവിതത്തിൽ നിന്ന് അല്പസമയം കണ്ടെത്തി
ഇങ്ങനെ ഇപ്പോൾ ഓരോരോ പഞ്ചായത്തിലും ജില്ലകളിലും വിവിധ ഭാഗങ്ങളിൽ ഇവരുണ്ട്. അപ്പോൾ ഈ ആപ്പിൽ തന്നെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ആ ആപ്പിൽ ഇപ്പോൾ താങ്കൾ ഈ മുറിയിലൊരു പാമ്പ് നമ്മൾ കണ്ടാൽ ആ വിവരം ഈ ആപ്പിൽ അപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള സർപ്പ വോളണ്ടിയറിന് ഈ മെസ്സേജ് ചെല്ലും. അയാൾ എത്രയും പെട്ടെന്ന് വന്ന് ഈ പാമ്പിനെ ആ അപകടകരമായ അവസ്ഥയിൽ നിന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് അതിൻ്റെ സൂട്ടബിളായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ തുറന്നു വിടുന്നതാണ് ഈ പ്രക്രിയ. അപ്പോൾ ആ രീതിയിൽ വളരെ നിശബ്ദമായിട്ടുള്ള സേവനമുണ്ട്. ഇപ്പം ഇതിൽ നമ്മളൊന്നും അറിയാതെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ നമ്മളൊക്കെ എന്താ പറയുക, നമ്മളൊക്കെ രാത്രി ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ കാത്തിരിക്കുന്നവരാണ്. അവരെക്കുറിച്ച് നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഡോക്ടർമാരുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഡോക്ടർമാരുടെ 800-900 ഡോക്ടർമാർ അതിൽ അംഗമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഈ പാമ്പുകളുടെ ആ വിഷയത്തിൽ വളരെ അവഗാധമുള്ള വിദഗ്ധന്മാരും ഈ ഒരു 3-4-5 പേര് ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു പാമ്പ് കടി ഉണ്ടാവുകയാണെങ്കിൽ, പാമ്പ് കടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ പാമ്പുകളും വിഷപ്പാമ്പുകളൊന്നുമല്ല. കേരളത്തിൽ ആകെപ്പാടെ 10 പാമ്പുകളാണ് വിഷമുണ്ടെന്നൊക്കെ നമുക്ക് പറയാവുന്നത്. അതിൽ 5 എണ്ണം കടൽപ്പാമ്പാണ്, 4-5 എണ്ണം. പിന്നെ 4 എണ്ണമാണ് ഒരു ബിഗ് 4 എന്നൊക്കെ പറയുന്നതാണ് ഈ കടിയുള്ളത്. അല്ലാതെ ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന ചേര തൊട്ട് നീർക്കോലി വിഷമൊന്നുമില്ലാത്ത ധാരാളം പാമ്പുകളുണ്ട്. അപ്പോൾ മിക്കവാറും സംഭവിക്കുന്നത് ഈ ഡോക്ടർമാരുടെ ഗ്രൂപ്പിൽ ഈ പാമ്പിൻ്റെ കടിച്ച് ആ പാമ്പിൻ്റെ പടം പലപ്പോഴും ഇടാറുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഒരു ഡോക്ടറെ സംബന്ധിച്ച് ആൻറ്റിവെനം അഡ്മിനിസ്ട്രേഷൻ്റെ തുടക്കം എന്ന് വിളിക്കുന്നത് എന്താണ്? ഈ പാമ്പിനെ ഇത് വിഷമുള്ള പാമ്പാണോ ഇല്ലയെന്ന് അറിയാമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് വിഷമുള്ള പാമ്പാണെങ്കിലും അത് ആവശ്യത്തിന് എന്തുമാത്രം വിഷം അകത്ത് പോയിട്ടുണ്ട്, ഇതാണ് ഒരു ക്രിട്ടിക്കൽ തീരുമാനമാണ്. കാരണം ചില സമയത്ത് ആവശ്യമില്ലാതെ ആൻറ്റിവെനം കൊടുക്കുന്നതും ചിലപ്പോൾ അപകടകരമായേക്കാം. ഇത് ക്രിട്ടിക്കലാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഏത് പാതിരാത്രിക്കാണെങ്കിലും ചിലപ്പോൾ 2 മണിക്ക് 3 മണിക്കൊക്കെ ഈ പാമ്പിൻ്റെ ഫോട്ടോ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നിന്നൊരു ഡോക്ടർ ഇത് ഇങ്ങനെ ഇപ്പോൾ കടിച്ചു വന്നൊരു പേഷ്യൻറ്റിൻ്റെ കടിച്ച പാമ്പിൻ്റെ പടമാണ് ഇതെന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ 20-30 സെക്കൻഡിൽ കൂടുതൽ പോകാറില്ല. അതിൽ ഏതെങ്കിലും ഒരു എക്സ്പേർട്ട്, ഈ പറഞ്ഞ പാമ്പുകളെക്കുറിച്ച് അറിയാവുന്ന പാഷനേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആളുകൾ, ഡോക്ടർ സന്ദീപ് ദാസും അങ്ങനെയുള്ള ധാരാളം പേര് നിശബ്ദമായിട്ട് പറയുന്നുണ്ട്. ഇവരൊന്നും പ്രതിഫലം വാങ്ങിച്ചിട്ടൊന്നുമല്ല, നിശബ്ദ സേവനമാണ്. എത്ര ആളുകളുടെ ജീവനാണ് ഇവർ രക്ഷിച്ചതെന്നറിയോ? അപ്പോൾ ശരിക്കും ഈ സർപ്പ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള കേസുകൾ ഓരോ തവണയും കൂടി വരുന്നുണ്ടോ? 1920-കളിലൊക്കെ നമ്മൾ ശരാശരി ഈ പിടിച്ചു മാറ്റിയിരുന്ന പാമ്പുകളുടെ എണ്ണം ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് കൂടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യമാണ്. പാമ്പ് കടിയുടെ ഒരു വിഷയം എന്ന് വിളിക്കുന്നത് റിപ്പോർട്ടിങ്ങിൻ്റെ വർധനയുണ്ട് ഇതിനകത്ത്. പാമ്പ് കടി എല്ലാ കാലത്തും ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. പണ്ടൊന്നും അറിയുക പോലും ചെയ്യാതെ നടന്നു പോയിരുന്നത് ഇന്ന് ഓരോ സംഭവങ്ങളെയും നമ്മൾ അത്രയും പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഞാൻ നേരത്തെ എപ്പോഴും പറയുന്നത് ഓരോ ആൾക്കും ഓരോ ജീവനും വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത ആളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ, ഇന്നലെ രാത്രി കൊണ്ട് തന്നെ ഒരു 3000-4000 സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട് സർപ്പ ആപ്പിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള റിപ്പോർട്ടിങ് കൂടുന്നുണ്ട്, പിടിച്ചു മാറ്റുന്നതും കൂടുതലുണ്ട്. ഈ സർപ്പ ആപ്പിൽ അങ്ങനെ ഒരു കോൾ അല്ലെങ്കിൽ അവിടെ ഒരു അറ്റൻഷൻ വന്നു കഴിഞ്ഞാൽ എത്ര സമയത്തുണ്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ? സാധാരണ ഇതിൽ വളരെ ദ്രുതഗതിയിൽ എത്താറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങൾ വെച്ച് 10 മിനിറ്റിൽ എത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ എങ്ങനെയാണ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വോളണ്ടറിഷിപ്പാണ്. മിക്കവാറും ഈ ആളുകൾ അവരവരുടെ സ്വന്തം വാഹനം ഉപയോഗിച്ചിട്ട് ആണ് യഥാർത്ഥത്തിൽ കുറേയൊക്കെ നമ്മൾ വനം വകുപ്പ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് ബേസിക് എക്യുപ്മെൻ്റ് എന്ന് വിളിക്കുന്നത് പാമ്പ് പിടിക്കുന്നൊരു പ്രത്യേക ഒരു കിറ്റാണ്. പിന്നെ ഹെഡ്ലൈറ്റ്, അവർക്കൊരു തിരിച്ചറിയാനുള്ളൊരു വസ്ത്രം, കാലുറകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം വളരെ പ്രാഥമികമാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് ഇതൊരു ജോലിയേക്കാൾ ഉപരിയായിട്ട് ഇതൊരു വോളണ്ടിയർഷിപ്പാണ്. ആ വോളണ്ടിയർ എന്നുള്ളൊരു നേച്ചർ മാറിക്കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ജോലിയായിട്ട് മാറിപ്പോകും എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ താല്പര്യമുള്ള സാമൂഹിക നന്മയെ മുന്നിൽ നിർത്തുന്ന ആളുകളാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. അത്രയും ചെറുപ്പക്കാരും ഇതിൽ ഏറ്റവും പ്രായം കൂടിയതൊരു വനിതയാണ്. 65 വയസ്സോളമുള്ള വിദ്യ എറണാകുളത്തുള്ളൊരു വനിതയാണ്. സ്ത്രീകൾ ഒരുപാട് പേര് ഈ വോളണ്ടിയർഷിപ്പിലുണ്ട്, ധാരാളമുണ്ട്. സ്ത്രീകളും ധാരാളം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ത്രീ ശാക്തീകരണം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഈ പിടിക്കുന്ന പാമ്പുകളെ എന്താണ് ചെയ്യുന്നത്? പിടിക്കുന്ന പാമ്പുകളെ ജനവാസ മേഖലയിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം.
അങ്ങനെ പിടിച്ചു മാറ്റുന്ന പാമ്പുകളെ മിക്കവാറും നമ്മൾ ജനവാസമേഖലയിൽ നിന്ന് അകന്ന് അവർക്ക് സ്വാഭാവികമായിട്ട് അവർ ഒത്തുപോകുന്ന ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ച് റിലീസ് ചെയ്യുന്നതാണ് പതിവ്. ജനവാസ മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഈ പിടിക്കുന്ന പാമ്പുകളെ കൂട്ടത്തോടെ അവിടെ കൊണ്ട് വനപാലകർ വിടുന്നു എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ വീഴുന്നു. ജനങ്ങൾ പ്രതീക്ഷ സാധാരണഗതിയിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറില്ല. കാരണം നമ്മുടെ ലക്ഷ്യം തന്നെ എന്താണ്? ജനവാസ മേഖലയിൽ നിന്ന് പാമ്പുകളെ മാറ്റുള്ളതാണ്. ഇനി അവിടെ തന്നെ തിരിച്ചുവിട്ട ആ ജോലി തിരിച്ചു ചെയ്യേണ്ടി വരുന്നതും ഈ പറയുന്ന ആളുകൾ തന്നെയല്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ എന്താ പറയുക, എന്തെങ്കിലും അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇതിൽ ജനങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടാണ്. അങ്ങനെ ഒരു സംഭവങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റെന്തെങ്കിലും ഒരു ഗൈഡ് ലൈനോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ മാർഗ്ഗനിർദ്ദേശമോ ഇപ്പോൾ ഇത്തരം കേസുകൾ കൂടുതലായി വരുന്നത് കൊണ്ട് വനം വകുപ്പ് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഇറക്കിയിട്ടുണ്ടോ? വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു അവലോകന യോഗം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിൽ ഈ വിഷയം നമ്മൾ വളരെ കൂലങ്കുഷമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനോട് പുറമെയാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ അവലോകനം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില എന്താ പറയുക ചില സർക്കുലറുകൾ, അധിക നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതായത് മനുഷ്യ വന്യജീവി സംഘർഷം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ജില്ലാതലത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലൊരു സമിതിയുണ്ട്. അതിൻ്റെ കൺവീനർ അതാത് ജില്ലാ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ജില്ലാ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറാണ്, DFO ആണ്. അപ്പോൾ ആ യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇത്തരം നേരത്തെ സൂചിപ്പിച്ച ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കണം എന്നുള്ള ഒരു സുപ്രധാനപ്പെട്ട തീരുമാനം എടുക്കേണ്ടായി. കാരണം ജില്ലാതലത്തിലും പഞ്ചായത്ത്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിലുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും അധികം ഏകോപിപ്പിക്കേണ്ടത്. ഇതിനു പുറമെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തൊഴിലുറപ്പ് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ട പ്രത്യേകിച്ച് ചില സേഫ്റ്റി പ്രോട്ടോക്കോൾസിനെ കുറിച്ചുള്ള സർക്കുലറുകൾ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പുല്ലരിയാൻ പോകുന്നവർ, നീളമുള്ള കത്തി, അതുപോലെ തന്നെ ഒരു കാലുറ, ഗ്ലൗസ്, ഇത് നിർബന്ധമാക്കണമെന്ന് തൊഴിലുറപ്പിൻ്റെ ഗൈഡ് ലൈൻസിലുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാര്യക്ഷമമാക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഈ പാമ്പ് കടി അധികമായി അനുഭവപ്പെടുന്ന ചില വരണ്ട പ്രദേശങ്ങളിലാണ് ഇത് കൂടുതൽ പാമ്പ് കടിക്കാൻ സാധ്യതയുള്ളത്. ആ പ്രദേശങ്ങളിൽ ഈ ആൻറ്റിവെനത്തിൻ്റെ അവൈലബിലിറ്റി വ്യാപിപ്പിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും വളരെ വർഷങ്ങൾക്ക് 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വനംവകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ നല്ല രീതിയിലുള്ള വിന്യാസം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിരന്തര സമ്പർക്കം ഇപ്പോൾ പല എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഈവൻ പാഠ്യപദ്ധതിയിൽ ഒരു പക്ഷേ ഈ അവബോധം കൊടുക്കണം എന്നുള്ള ഒരു നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ഈ ചില പ്രദേശങ്ങൾ മാത്രമേ വരാറുള്ളൂ, നഗരപ്രദേശങ്ങൾ അധികം വരാറില്ല എന്നൊക്കെയായിരുന്നു നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഫ്ലാറ്റുകളിൽ കയറുന്നുണ്ട്. എസിക്ക് അകത്തു നിന്നൊരു പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയൊക്കെ പിടിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ വേണമെങ്കിലും ശീതീകരിച്ച AC റൂമിനകത്ത് എവിടെ വേണമെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലേക്കൊക്കെ മാറിയോ? നമ്മുടെ ഈ പാമ്പുകളെ സംബന്ധിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ച തണുപ്പാണ് ഇത് തേടി വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ വിടവുകൾ ആണെങ്കിൽ ഇത്തരം ഡക്റ്റുകളൊക്കെ ധാരാളം മതി. ഈവൻ ബാത്റൂമിൻ്റെ നമ്മുടെ കുഴൽ ഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കയറി വരാം. പക്ഷേ അവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത്തരം സാധ്യതകളെ നമ്മുടെ ഒരു വീട് പണിയുമ്പോൾ അത്തരം സാധ്യതകളെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞൊരു കാര്യം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മൾ പല സാഹചര്യങ്ങളിൽ ഇപ്പോൾ 23,000 പാമ്പുകളെ പിടിച്ചു മാറ്റിയെന്ന് പറയുന്നത് 23,000 സാഹചര്യങ്ങളാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഈ പറയുന്നതും പെടാറുണ്ട്. ആ മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. പക്ഷേ ഇതെല്ലാം തന്നെ അത്യന്തം അപകടകരവും അല്ലെങ്കിൽ നമുക്ക് ജീവന് ഭീഷണി ഉയർത്തുന്നതും അല്ല. അത് 90% ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അത് ഒരു അപകടാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമങ്ങളാണ്. സർപ്പ ആപ്പ് വഴിയും അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിയപ്പോൾ ഈ രീതിയിൽ ജനങ്ങളിലേക്ക് അവബോധം ഉണ്ടാക്കാനായിട്ട് ഇത് എങ്ങനെയാണ് നിങ്ങളിതൊരു ക്യാമ്പയിൻ ആക്കുന്നത്? അത് ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട് എന്ന രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഇത് ധാരാളം വനംവകുപ്പിൻ്റെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല നന്നായിട്ട്. ഇപ്പോൾ വനംവകുപ്പിൻ്റെ തന്നെ ധാരാളം പ്രചരണ പദ്ധതികൾ വിവിധ ഗ്രൂപ്പുകളിൽ നമ്മൾ പോസ്റ്ററുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൻസിറ്റൈസേഷൻ മെറ്റീരിയൽസ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വാർഡ് തലം വരെ
കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് തലം വരെ, ബിക്കോസ് എല്ലാ പഞ്ചായത്തിലും ഓരോ വാർഡ് തലത്തിലുള്ള വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും, അതിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. പത്രമാധ്യമങ്ങൾ, നല്ല രീതിയിൽ പത്രമാധ്യമങ്ങൾ അടുത്ത കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ധാരാളം സൃഷ്ടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് ഒരു പരിധിവരെ ആ ഒരു സെൻസിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. ഞാനതാണ് വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞത്. ഇതൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട കാര്യമല്ല, നേരെ മറിച്ച് പരിഭ്രാന്തി ഇല്ലാതെ എന്നാൽ മുൻകരുതലിലേക്ക് നമ്മൾ എത്തി നിൽക്കേണ്ടതും അതേസമയം തന്നെ നമ്മുടെ പൊതു ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം കൂടെ വേണം ഈ ഒരു പ്രക്രിയയെ കാണാനായിട്ട്. ഇപ്പോൾ ഈ സർക്കാർ ഇതിന് കൊടുക്കുന്നൊരു പ്രാധാന്യം, ഇപ്പോൾ വനത്തിന് പുറത്ത് പാമ്പ് കടിച്ച് മരിച്ച ആളുകളുടെ ആശ്രിതർക്ക് കൊടുക്കുന്ന സമാശ്വാസം അത് 2 ലക്ഷത്തിൽ നിന്നിപ്പോൾ 4 ലക്ഷമാക്കി അടുത്ത കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉയർത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു സമാശ്വാസ പ്രക്രിയയും ഇതിൻ്റെ സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരിലേക്ക് എത്തേണ്ട ഇനിയും നമ്മൾ എത്ര ചെയ്തു കഴിഞ്ഞാലും പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ ഒരു ഭീതിജനകമായ ഒരു സാഹചര്യമല്ല. ഇതിനെ അതിൻ്റെ ഒരു കരുതൽ, ആ ഒരു ജാഗ്രത, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഇത്രയും സമയം വിശദമായി തന്നെ വനംവകുപ്പ് ഏതൊക്കെ രീതിയിലുള്ള ഒരു ഗൈഡ് ലൈനാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്, ഏതൊക്കെ രീതിയിൽ ജാഗ്രത ഉണ്ടാകണമെന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. വളരെ നന്ദി.